Meet the editors. പ്രതിഷേധം കടുക്കുമോ എന്നാണ് ചോദ്യം. സ്മൃതി, പ്രതിഷേധം കടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധങ്ങൾ പലയിടത്തായി കണ്ടു. നമ്മൾ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിലേക്ക് കണ്ടു. അതുപോലെ മുരാരി ബാബുവിൻ്റെ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധം കണ്ടു. അതോടൊപ്പം തന്നെ BJPയും സംസ്ഥാന നേതാക്കളടക്കം പ്രതിഷേധത്തിൽ കടന്നു. ഇന്ന് ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് നടന്ന പ്രതിഷേധം, അതിൽ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രതിഷേധങ്ങൾക്കുള്ള സമയമാണിത്. കാരണം ഈ പ്രതിഷേധം ശക്തമായി നിർത്താൻ പറ്റിയ സമയമാണ്. അതിന് കൃത്യമായ മറുപടികൾ കിട്ടാത്ത സാഹചര്യമുണ്ട് ഭരണപക്ഷത്ത് നിന്ന് എന്നുള്ളതാണ്. അതാണ് സഭയിൽ നിന്ന് നമ്മൾ കണ്ടത്. 3-ാം ദിവസവും പ്രതിഷേധം, സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി, ചർച്ച നടത്താനില്ല എന്ന നിലയിലേക്ക് പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഇതിലൊക്കെ അപ്പുറം ഇന്നിപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിക്കുന്നു. ഇത്രയും ദിവസം ഈ വിവാദം ഉണ്ടാകുമ്പോഴും 2019 ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് സഭയിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ആ പ്രതികരണം ആകട്ടെ ഒരു ആണത്ത ഘോഷണമായിരുന്നു. അത് മാത്രമല്ല, ഒരു വെല്ലുവിളിയുടെ സ്വഭാവത്തിലൊക്കെ, അല്ലെങ്കിൽ വനവാസത്തിന് പോകുമോ എന്ന് പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചൊക്കെ ചോദിക്കുകയാണ്. തൻ്റെ കാലത്ത് വന്നിരിക്കുന്ന വലിയൊരു പിഴവ്, അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രതികരണമായിരുന്നു നടത്തേണ്ടിയിരുന്നത്. മറിച്ച് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രതികരണമാണ് നടത്തിയത്. അപ്പോൾ ഏറ്റവും പ്രധാനമായി തോന്നുന്നത് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരാണ് ആ കോടീശ്വരൻ, ഇത് ഏത് കോടീശ്വരനാണ് മറിച്ച് വിറ്റത് എന്ന ചോദ്യമാണ്. കാരണം മറിച്ച് വിൽക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഏതാണ്ട് കോടതിക്കും ബോധ്യമായിട്ടുള്ളതാണ്. സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ സ്വർണം എങ്ങോട്ട് പോയി എന്നുള്ളതാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇതുവരെയുള്ള രീതികൾ അല്ലെങ്കിൽ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് ഇയാളുടെ ഇടപാടുകൾ മുഴുവൻ കർണാടകയിലും അതുപോലെ ആന്ധ്രയിലും തമിഴ്നാട്ടിലുമൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇയാളുടെ രീതി അവിടെയുള്ള കോടീശ്വരന്മാരെ പല രൂപത്തിൽ പൂജകൾക്കായി അവരിൽ നിന്ന് പണം പിരിക്കുക, അത് തന്നെ ലക്ഷങ്ങളാണ്. അതിൽ നിന്നും വലിയൊരു തുക ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഈ പറയുന്ന പാളികൾ കൊണ്ടുപോയത്, ഇവിടെ നിന്നും കൊണ്ടുപോയ പാളിയല്ല തിരികെ എത്തിച്ചത് എന്നുള്ള കാര്യം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. നഷ്ടപ്പെട്ട സ്വർണത്തിൻ്റെ കണക്കുണ്ട്. നോക്ക്, നമ്മളിപ്പോൾ സ്വർണത്തിൻ്റെ കണക്കാണല്ലോ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. 100 പവൻ സ്വർണ്ണമാണ് മല്യ കൊടുത്തതെന്ന് പറയുന്നു. അതിനുശേഷം സന്നിധാനം രജിസ്ട്രിയിൽ പാളിയുമായി ബന്ധപ്പെട്ട് എഴുതിയിരുന്നത് 42.8 കിലോഗ്രാം സ്വർണ്ണമാണ്. ചെന്നൈയിൽ അത് തൂക്കിയപ്പോൾ 38.258 കിലോഗ്രാം. ചെന്നൈയിൽ തൂക്കിയപ്പോൾ പാളി കുറവ് വന്നിരിക്കുന്നത് 4.541 കിലോഗ്രാം സ്വർണം എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പൂശിക്കഴിഞ്ഞ് 38.653 കിലോഗ്രാം. കുറവ് വന്നിരിക്കുന്നത് 4.147 കിലോഗ്രാം ആണ്. അപ്പോൾ സ്വർണത്തിന്റെ കുറവായിട്ടാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇനി സ്വർണമല്ല എന്ന് പറയുന്നത് മുരാരി ബാബുവാണ്, ചെമ്പാണെന്ന് പറയുന്നത് മുരാരി ബാബുവാണ്, ചെമ്പാണ് എന്ന് പറയുന്നത് മുരാരി ബാബുവിനൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമാണ്. അപ്പോൾ അത് തന്നെയാണോ സർക്കാർ വാദമെന്ന് അറിഞ്ഞാൽ മതി. കാരണം മാറി നിന്നുകൊണ്ട് അന്വേഷിക്കട്ടെ, അവിടെ അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ന് പറയേണ്ട സംവിധാനമല്ല സർക്കാർ എന്നുള്ളത്. ഈ ഭരണകാലത്ത് നടക്കുന്ന സംഭവങ്ങളുടെ ഉത്തരവാദിത്വം ആ രൂപത്തിലാണ് പ്രതികരിക്കേണ്ടത്. സ്വർണ്ണപ്പാളികളാണല്ലോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. സ്വർണ്ണപ്പാളികളിലെ മങ്ങലേൽക്കൽ ഇപ്പോൾ നോക്കൂ. ഇന്നലെ മുരാരി ബാബു പറഞ്ഞ ഒരു കാര്യം എന്താണ്? ഇത് തന്ത്രി പറഞ്ഞതിനപ്പുറം ഞാൻ ചെയ്തിട്ടില്ല, തന്ത്രിയാണ് പറയുന്നത്. തന്ത്രി വളരെ വിശദമായി പറയുന്നു ആ പരാമർശം തെറ്റാണ്. അറ്റകുറ്റപ്പണി നടത്താൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട ദേവസ്വം ബോർഡിൽ നിന്ന് തനിക്ക് കത്ത് കിട്ടിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ കത്തിന് സ്വർണം പൊരിഞ്ഞ ദ്വാരപാലകരുടെ അങ്കിയുടെ കേടുപാടുകൾ പരിഹരിക്കാമെന്ന മറുപടിയാണ് നൽകിയത്. അപ്പോൾ സ്വർണ്ണപ്പാളി എന്ന് പറയുന്നുണ്ട്, ഈ പറയുന്ന ശില്പത്തിൻ്റെ അങ്കികളുടെ കേടുപാടുകൾ പരിഹരിക്കണം, പുറത്തേക്ക് കൊണ്ടുപോകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. തന്ത്രി അത് ശരിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേടുപാടുകൾ വന്നാൽ പരിഹരിക്കണമല്ലോ, അങ്ങനെയാണല്ലോ അത് വേണ്ടത്. അപ്പോൾ അത് മാത്രമേ തന്ത്രി പറഞ്ഞിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങൾ കോടതിയുടെ മുന്നിലായതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ അദ്ദേഹത്തിന് എന്തൊക്കെയോ അറിയാം, അദ്ദേഹം പറയുന്നില്ല എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇനി ഈ കോടീശ്വരന്മാർക്ക് ഇത് കൊണ്ടുപോയി നമ്മൾ കണ്ടതാണ്. ജയറാമൻ പ്രതികരിക്കുക കൂടെ ചെയ്തു. ജയറാമൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഈ ശബരിമല ക്ഷേത്രത്തിലെ വാതിൽ ഭാഗം കൊണ്ടുപോയി പൂജിക്കുന്നു. അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. അങ്ങുകൂടി പൂജയിൽ പങ്കെടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ എല്ലാ വർഷവും ശബരിമലയിൽ വരുന്ന ഭക്തരായ കോടീശ്വരന്മാരെ പറ്റിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന ഈ പറയുന്ന ശില്പങ്ങൾ അത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ഐശ്വര്യം വരും, അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് ജയറാമാണെന്നല്ല ഞാൻ പറയുന്നത്. വേറെയും കോടീശ്വരന്മാരുമായി ബന്ധപ്പെട്ട വ്യവസായികളുണ്ടാകാം, അവരെ അങ്ങനെ വിശ്വസിപ്പിക്കാം. ഇതിപ്പോൾ മലയാളിയായ ജയറാമിൻ്റെ കാര്യം മാത്രമല്ല, ആന്ധ്രയിലുള്ള വൻ വ്യവസായികൾ, കർണാടകയിലുള്ള വൻ വ്യവസായികളൊക്കെ ആയിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ പണം പല തവണയായി ഈടാക്കിയിട്ടുണ്ട്. ശബരിമലയിൽ ഉണ്ടായിരുന്ന ശില്പം അതിപ്പോൾ അവിടേക്ക് വേറെയൊന്ന് വെച്ച് കഴിഞ്ഞിരിക്കുന്നു, ഇത് ഞാൻ നിങ്ങൾക്ക് തരികയാണ് എന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ, അത് വിൽക്കാമല്ലോ. ആ വിൽക്കുന്നത് സ്വർണത്തിൻ്റെ പവൻ്റെ കണക്കിനല്ല അത് വിൽക്കുക, പവൻ്റെ മൂല്യമല്ല അതിനുള്ളത്.
ഭഗവാന്റെ സന്നിധിയിൽ നിന്നുള്ള അവിടെയുള്ള ശില്പങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് ശബരിമലയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട മൂല്യമാണ് അവരതിന് കൽപ്പിക്കുക. അപ്പോൾ എത്ര കോടികളുടെ ഒരു വിൽപ്പനയായിരിക്കും നടന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് വാങ്ങിയ കോടീശ്വരനാര് എന്ന് കണ്ടെത്താൻ കഴിയുമോ? അതിലേക്കാണ് പോകേണ്ടത്. അതിപ്പോൾ കടകംപള്ളിയാണ് ഇടനിലക്കാരൻ എന്നുള്ളൊക്കെ രാഷ്ട്രീയ പ്രതികരണമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ കടകംപള്ളിയും ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും നേർക്കുനേറിയിരുന്ന കാര്യമായ എന്തോ കൂലങ്കഷമായി ചർച്ച ചെയ്യുന്ന ഒരു ചിത്രം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് VN വാസവൻ ഉദ്ഘാടന പരിപാടിയിൽ കൂടെ നിന്നതോ അടുത്ത് നിന്നതോ ആയിട്ടുള്ള ചിത്രം പോലെയല്ല. അതിലെല്ലാവരും കൂടെ നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ കൂടെ നിന്ന ആൾക്കാർ എത്ര പേര് ഫോട്ടോ എടുക്കുന്നു, അതിനൊന്നും നമുക്ക് ഒരു ആരോപണമായി ഉന്നയിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് നേർക്കുനേറിയിരുന്ന് ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്യാവുന്നൊരു ബന്ധം അയാൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടെന്നേ. ഒരുപക്ഷെ ഈ പറയുന്ന കടകംപള്ളിയും തെറ്റിദ്ധരിപ്പിച്ചായിരിക്കാം. 2019 ഇയാൾ അവിടെ ഒരു ആളാകുന്നത്. അപ്പോൾ ഇയാളെ ആളാരാക്കി എന്നുള്ള ചോദ്യം വേണ്ടേ? അത് ചില ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ 1-2 ഉദ്യോഗസ്ഥർ, ഇപ്പോൾ റിട്ടയർ ആയ 2 ഉദ്യോഗസ്ഥരടക്കം 5 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവുന്നതാണ് ഇപ്പോൾ കേൾക്കുന്നത്. ആ 5 ഉദ്യോഗസ്ഥർ മാത്രമാണോ ഇതിൽ ഉത്തരവാദികൾ? ഈ മുരാരി ബാബു വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഞാനിങ്ങനെ എഴുതി കൊടുത്തെങ്കിൽ എൻ്റെ മുകളിലും ആൾക്കാരുണ്ട്. അപ്പോൾ ഈ മുകളിലേക്ക് ഏതറ്റം വരെ പോകും, എത്ര മുകളിലേക്ക് പോകും എന്നൊരു ചോദ്യമുണ്ടല്ലോ. അതിലൊരു ഭീഷണിയുടെ സ്വരമുണ്ടോ എന്ന് കൂടി ഞാൻ സംശയിക്കുകയാണ്. മുരാരി ബാബു വളരെ കോൺഫിഡൻ്റ് ആണ്. ഇപ്പോൾ കോടതിയിലല്ല, ഇപ്പം ഞാൻ തൽക്കാലം ഒന്നും പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അയാൾക്ക് അത്ര ഭയമൊന്നുമില്ല. കാരണം ഇതിനു മുമ്പും നല്ല ആരോപണങ്ങൾ അയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. ഒരു ആരോപണം എന്ന് പറയുന്നത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ രുദ്രാക്ഷം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അത് ഒരു നഷ്ടപ്പെടൽ തന്നെയാണ്. നഷ്ടപ്പെട്ട സമാന സ്വഭാവത്തിൽ നഷ്ടപ്പെടലാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് എന്താണ് ഇവിടെ ഒരു നല്ല സ്ഥാനക്കയറ്റം, മുകളിലേക്ക് ഉയർന്ന് പൊങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല കേട്ടോ, വേറെയും ചില കാര്യങ്ങൾ കൂടി നടന്നിട്ടുണ്ട്. 2-3 കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും സ്ഥാനക്കയറ്റം ലഭിക്കുന്നു. അപ്പോൾ ഈ സ്ഥാനക്കയറ്റം ലഭിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെയുള്ള ശുപാർശ എവിടെ നിന്നാണ് വരുന്നത്? മുരാരി ബാബു ഇല്ലാതെ അവിടെ കാര്യങ്ങൾ നടക്കില്ല എന്ന് ആരാണ് ചിന്തിക്കുന്നത്? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ ദേവസ്വം പ്രസിഡന്റുമാർക്ക് ഒരു ഉത്തരവാദിത്വമില്ല. അത് സ്വർണ്ണമാണോ ചെമ്മാണോ എന്ന് എനിക്കറിയില്ല, അത് നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കല്ല എന്ന് അന്നത്തെ ദേവസ്വം പ്രസിഡന്റായിരുന്ന പത്മകുമാർ പറയുന്നു. ഇന്നത്തെ ദേവസ്വം പ്രസിഡന്റിന് ഒരു ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. കാരണം കോടതിയുടെ ഉത്തരവിൽ, ഇന്നലെ ജിമ്മി പറഞ്ഞ കാര്യങ്ങളാണ്, കോടതി ഉത്തരവിൽ തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഈ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലം എങ്ങനെയാണ്? ഈ സ്പെഷ്യൽ കമ്മീഷണർ പോയി കോടതിയിൽ പറഞ്ഞിട്ടാണല്ലോ എന്നെ അറിയിക്കാതെ കൊണ്ടുപോയി. 2025 കൊണ്ടുപോയി. ഇത് 6 വർഷത്തിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്കിങ്ങനെ പാളിയിലെ മങ്ങലിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2024 ഒന്ന് ശ്രമിച്ചു, നടന്നില്ല. 2025 ആയപ്പോഴേക്കും അത് കൊണ്ടുപോകുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്ക് പോകാൻ പറ്റിയില്ല. അത് എന്തോ ഒരു അപകടം നടത്തിയിട്ടായിരിക്കാം പ്രശാന്ത് അക്കാര്യത്തിലൊരു മുൻകരുതലെടുത്തു, ബാക്കി ഉദ്യോഗസ്ഥരെ കൂടി വിട്ടു. പക്ഷേ അപ്പോഴും 2023 ഉത്തരവുണ്ട്, പരിസരത്ത് നിന്ന് കൊണ്ടുപോവുകയാണ്, കോടതി അറിയണമെന്ന്. കോടതി അറിഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ കോടതിയെ അറിയിക്കുന്നു. അങ്ങനെ ആ കോടതി അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചപ്പോഴാണ് ഇതിന്മേൽ ചർച്ചയുണ്ടായത്. അതല്ലാതെ പീഠം എന്നുള്ളതല്ല, പീഠം അതിന് പിന്നെയാണ് വന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയും സർക്കാരിന് തിരിച്ചടിയാകുന്ന കാര്യങ്ങളാണ്. ഇതിലൊരു കൃത്യമായ മറുപടി പറയാൻ കഴിയുന്നില്ല. ഇതിനൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരും ഉണ്ടാകുന്നില്ല. ഏതൊക്കെയോ ഉദ്യോഗസ്ഥർ എന്തൊക്കെയോ ചെയ്തു എന്ന രൂപത്തിൽ പറയുന്നു. പ്രതിപക്ഷത്തിന് കിട്ടിയിരിക്കുന്നത് നല്ല ആയുധമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആയുധം അവിടെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. അപ്പോൾ പിന്നെ UDF കാലത്തിലെ പാത്രം വിറ്റതിൻ്റെ കണക്കൊക്കെ ആയിട്ട് വന്നിട്ട് കാര്യമില്ല. പാത്രമല്ലല്ലോ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട മറ്റു വിഷയം. അഴിമതികൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എല്ലാ ദേവസ്വം ബോർഡുകളുടെ കാലത്തും പല രൂപത്തിൽ അഴിമതിയിട്ടുണ്ടായിട്ട്. പക്ഷെ സ്വർണം കടത്തുക എന്നാൽ സ്വർണം കടത്തുകയല്ല, വിഗ്രഹം കടത്തുക, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കടത്തുക എന്ന് പറഞ്ഞാൽ അത് ഭക്തരവിടെ ഭക്തിയോടുകൂടി സമർപ്പിക്കുന്നതാണ്, ദൈവത്തിന് സമർപ്പിക്കുന്നതാണ്. അതെടുത്തുകൊണ്ട് പോകുന്നത് അതിന് സ്വർണത്തിന് മൂല്യമില്ല. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്താണ് സംഭാവന നൽകിയ അജി അല്ലേ, അതേല്ലേ മരിച്ചു പോയത്, ആ സംഭാവനയുടെ കണക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ പറയുന്നുണ്ട്. എത്ര കൊടുത്തു എന്ന് പോലും പറഞ്ഞിട്ടില്ല, അത് പുറത്തേക്ക് പറയരുത് എന്നാണ്. അങ്ങനെ കൊടുക്കുന്ന ഭക്തരുണ്ട്, വലിയ അതിസമ്പന്നരായിരിക്കും, അത്ര കൊടുക്കുന്നത് ഭഗവാന് കൊടുക്കുന്നതല്ലേ, ആ കണക്ക് പറയരുതെന്ന് പറയുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ആ നഷ്ടം പറയാത്ത എത്രയോ പേര് ഇപ്പോഴും ഉണ്ടാകും. അപ്പോൾ അത് അങ്ങനെ ഭഗവാന് സമർപ്പിക്കപ്പെട്ട, വിശ്വാസത്തോടു കൂടി സമർപ്പിക്കപ്പെട്ട കാര്യമാണ് ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നത്. അത് വിറ്റിരിക്കുന്നത്, അത് ഒരു പോറ്റിയാണ് വിറ്റിരിക്കുന്നത്. ആ പോറ്റി ഒറ്റയ്ക്ക് അത് വിൽക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. 4-5 ഉദ്യോഗസ്ഥർ മാത്രം ചേർന്നുള്ള കാര്യമല്ല. 2019 മുതൽ തന്നെ അതൊരു ഒരു തുടർച്ച അതിനുണ്ടായിട്ടുണ്ട്. ആ തുടർച്ച അതിൽ ആരുടെയൊക്കെ തല ഉരുളും എന്നുള്ളതാണ് അറിയേണ്ടത്. അതിൽ സർക്കാർ കുറച്ചുകൂടി, ഇപ്പോൾ സർക്കാർ എന്തായാലും അന്വേഷണം SIT അന്വേഷണം നടത്തുന്നു. SIT ഇന്നിപ്പോൾ അവിടെ എത്തിയ വാർത്തയാണല്ലോ ഹരിമോഹൻ നൽകിയത്. അതൊക്കെ ശരി തന്നെ. പക്ഷേ അതിൽ നടത്തുന്ന പ്രതികരണങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയ മറുപടി, ആണത്തമുണ്ടെങ്കിൽ എന്നുള്ള മറുപടികളൊന്നുമല്ല അതിൽ വേണ്ടത്. കൃത്യമായ മറുപടി. ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് ഇത്രയും ദിവസത്തിന് ശേഷം സഭയിൽ എന്ന് പറയുന്നുണ്ട്, ഒരാളെയും രക്ഷിക്കാൻ ശ്രമിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്കത് അറിയേണ്ടതുണ്ട്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിക്കുന്ന രീതി, ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഓരോ ചോദ്യത്തിനും മറുപടി പറയുന്നുണ്ട്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് കേട്ട് നോക്കിയാൽ നമുക്കറിയാം. ഇതൊക്കെ ഒരാൾ ഒറ്റയ്ക്കല്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ ഇനിയും പ്രതിഷേധങ്ങൾ ശക്തമായി തന്നെ ഉയരും. മറ്റു വിഷയങ്ങൾ പോലെയല്ല, ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ജനങ്ങൾ മുഴുവൻ ഇത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. എന്നുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്.
തീർച്ചയായിട്ടും ഇത് പ്രതിഷേധം ഇനി വരും ദിവസങ്ങളിലും ആളിക്കത്തും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത് പ്രതിപക്ഷത്തിന് കിട്ടിയിരിക്കുന്ന ഒരു ഇരട്ട സുവർണാവസരമായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത്. ഒന്ന്, സന്നിധാനത്ത് നടക്കുന്ന ഏതൊരു വിഷയവും ഏതൊരു വിവാദവും രാഷ്ട്രീയമായി കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസിന് അനുകൂലമായി തീരുന്നുവെന്ന് കാണാം. പ്രത്യക്ഷത്തിലത് BJPയുടെ ഭാഗത്തേക്കൊരു വലിയ വോട്ട് സ്പ്ലിറ്റ് ഉണ്ടാക്കുമെന്നൊക്കെ നമ്മൾ കരുതിയെങ്കിലും 2019 യുവതീ പ്രവേശനത്തിലൂടെ നമ്മൾ തെളിഞ്ഞത് അത് BJPക്കല്ല രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്യുക, അത് UDF-നാണ് എന്നുള്ളത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് തെളിയിച്ചതാണ്. പക്ഷേ പിന്നീട് അത് നമ്മൾ മറക്കുന്നു. പിന്നീട് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ചട്ടലംഘനങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, വിശ്വാസ ലംഘനങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അതിൻ്റെ ഭാഗമായി തിരിച്ചു വീണ്ടും രാഷ്ട്രീയം പഴയ സ്ഥിതിയിലേക്ക് വരുന്നു. എന്നാൽ ഇത് വീണ്ടും വിശ്വാസം ആളിക്കത്തുമ്പോൾ അതിൻ്റെ ഗുണമുണ്ടാകാൻ പോകുന്നത് തീർച്ചയായിട്ടും UDF-നാണെന്ന് UDF-ന് അറിയാം, കോൺഗ്രസിനാണെന്ന് കോൺഗ്രസിന് വ്യക്തമായിട്ടും അറിയാം. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഈ വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയമായി ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ എന്നാൽ എനിക്കിതിനകത്ത് ഒരു ടേക്കുള്ളത്, പ്രതിപക്ഷം നിയമസഭയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്ന നിലപാട് ഞാൻ ആവർത്തിക്കുകയാണ്. സഭയ്ക്ക് പുറത്തുള്ള പ്രതിഷേധങ്ങളെ ഞാൻ ഒട്ടും വിമർശനത്തോടെ കാണുന്നില്ല. കാര്യം ആ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവണം. ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് 2019 ഒരു വീഴ്ചയ്ക്ക് ദേവസ്വം ബോർഡ് മറുപടി പറയണം. അവിടെ സ്വാഭാവികമായും പ്രതിഷേധമുണ്ടാവും, വിശ്വാസികളുടെ പ്രതിഷേധമുണ്ടാവും. അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കെതിരെയും ദേവസ്വം വകുപ്പ് പ്രസിഡന്റിനെതിരെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെയും ഒക്കെ സ്വാഭാവികമായ പ്രതിഷേധങ്ങളുണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ എന്താണ് നിയമസഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഇന്ന് തുടർച്ചയായി 3-ാമത്തെ ദിവസവും സഭ ബഹിഷ്കരിക്കുകയാണ് പ്രതിപക്ഷം. എന്തിനാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒന്നിനി അത് ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ പോലും ഈ വിഷയത്തെക്കുറിച്ച് പ്രതിപക്ഷത്തിന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്രതിപക്ഷം സഭയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുകയാണ് വേണ്ടത് എന്ന എൻ്റെ നിലപാട് ഞാൻ ആവർത്തിക്കുന്നു. എന്തിനാണ് സഭ ബഹിഷ്കരിച്ചത്? ബഹിഷ്കരിക്കുന്നത് കൊണ്ട് വാർത്താ തലക്കെട്ടുകളിൽ സഭ ബഹിഷ്കരിച്ചു പ്രതിപക്ഷം എന്ന് പറയാനും പുറത്തുള്ള പ്രതിഷേധങ്ങൾക്ക് ഊർജം പകരാനുമല്ലാതെ എന്തു ഗുണമാണ് അതുകൊണ്ട് കിട്ടുക? അതൊരു തെറ്റായ കീഴ്വഴക്കമാണ്. ഞാനിപ്പോഴും പറയുന്നു, LDF സർക്കാരിൻ്റെ കാലത്താണെങ്കിലും UDF സർക്കാരിൻ്റെ കാലത്താണെങ്കിലും സഭകൾ എന്ന് പറയുന്നത്, ജനപ്രതിനിധി സഭകൾ എന്ന് പറയുന്നത് കൃത്യമായി രാഷ്ട്രീയം രേഖപ്പെടുത്താനാണ്. കാരണം മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നൊരു മന്ത്രി പറയുന്നത് പോലെയല്ല സഭയിൽ മന്ത്രി രേഖാമൂലം നൽകുന്ന മറുപടി. ഇന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി ഗ്രില്ലിയാമായിരുന്നല്ലോ ഈ പ്രതിപക്ഷത്തിന്. എത്രയെത്ര ചോദ്യങ്ങൾ ഈ പ്രതിപക്ഷത്തിന് സഭയിൽ ചോദിക്കാമായിരുന്നു. ഏതെങ്കിലും ചോദ്യം ചോദിച്ചോ? ഒരു നോട്ടീസ് പ്രതിപക്ഷം കൊടുത്തോ? നോട്ടീസ് വേണ്ട. ഇനി അഡ്ജേൺമെൻറ്റിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട, ശ്രദ്ധ ക്ഷണിക്കാമായിരുന്നല്ലോ. ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന വിഷയത്തിൽ ഈ വിഷയം കൊടുത്താൽ ദേവസ്വം വകുപ്പ് മന്ത്രി പറയുന്നത് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുമായിരുന്നില്ലേ? സ്റ്റാർട്ട് ക്വസ്റ്റ്യൻസ് കൊടുക്കാമായിരുന്നല്ലോ. ആ ചോദ്യങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ അതിനുള്ള സപ്ലിമെൻ്ററി ചോദ്യങ്ങളിൽ വിജയമല്യയുടെ കാലത്ത് പൂശിയ സ്വർണ്ണത്തെക്കുറിച്ചും എത്ര സ്വർണം 2019 ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുമുള്ള കൃത്യമായ ഉത്തരം ദേവസ്വം മന്ത്രിയിൽ നിന്ന് കിട്ടുമായിരുന്നല്ലോ. എന്തിനാണ് ഈ അവസരങ്ങൾ പാഴാക്കുന്നത് പ്രതിപക്ഷം? അവിടെ പ്രതിപക്ഷം അതിനെ ഒരു രാഷ്ട്രീയമായി കത്തിക്കുന്നൊരു വിഷയമായി മാറ്റുകയാണ്. കാരണം കഴിഞ്ഞ ഈ നിയമസഭയിൽ കൊണ്ടുവന്ന എല്ലാ അടിയന്തര പ്രമേയങ്ങളും പ്രതിപക്ഷം വിചാരിക്കുന്ന രീതിയിലല്ല ചർച്ച ചെയ്യപ്പെട്ടതും അങ്ങനെയല്ല പുറത്തറിഞ്ഞിരിക്കുന്നതും. കാരണം പ്രതിപക്ഷം ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം എല്ലാ വിഷയങ്ങളും നൽകി. ഞാനൊരു ഉദാഹരണം പറയാം. ഈ സഭ തുടങ്ങുന്ന സമയത്ത് ശുചിത്വനെ മുൻനിർത്തിക്കൊണ്ട് പോലീസിൻ്റെ കസ്റ്റഡി മർദ്ദനമായിരുന്നു പ്രധാനപ്പെട്ട വിഷയമായി പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത്. അതിൻ്റെ പേരിൽ 2 MLA-മാർ സത്യാഗ്രഹം കിടക്കാൻ പോയി. സനീഷ് കുമാർ ജോസഫും AK അഷ്റഫും. അവരെവിടെയാ? അന്ന് കസ്റ്റഡി മർദ്ദനത്തിൻ്റെ പേരിൽ ശുചിത്തിനെ മർദ്ദിച്ച ആ പോലീസുകാരെ പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്, അവരെ പിരിച്ചുവിടുന്നതുവരെ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നു എന്നാണ് സനീഷ് കുമാർ ജോസഫും AK അഷ്റഫും പറഞ്ഞത്. ആ സത്യാഗ്രഹം അവസാനിച്ച വാർത്ത ഞങ്ങളാരും കൊടുത്തില്ല, നമ്മളാരും കൊടുത്തില്ല, ആരും അറിഞ്ഞില്ല. സഭയ്ക്ക് പുറത്ത് സത്യാഗ്രഹം അനുഷ്ഠിച്ചിരുന്ന MLA-മാർ ഇന്ന് സഭയ്ക്കുള്ളിലാണ്. ശുചിത്തിനെ കസ്റ്റഡിയിൽ മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിട്ടോ? എന്തിനാണ് പ്രതിപക്ഷം വളരെ പെട്ടെന്ന് ആ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ഉന്നയിക്കുന്ന വിഷയത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുകയല്ലേ വേണ്ടത്? സഭ അതിനുശേഷം എടുത്ത വിഷയം, വിലക്കയറ്റത്തിൻ്റെ വിഷയം എന്തായിരുന്നു സഭയിൽ കണ്ടത്? ആ സഭയിൽ കണ്ട വിഷയങ്ങളിൽ കൃത്യമായി ഉത്തരം നൽകാൻ തയ്യാറായില്ലേ? ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയം അടിയന്തര പ്രമേയത്തിൽ കൊണ്ടുവന്നില്ലേ? അതും സഭ ചർച്ച ചെയ്തില്ലേ? ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് അന്ന് ഒരു പരിമിതി ഉണ്ടായിരുന്നുവെന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടി അതിനുശേഷം ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ആ ചർച്ചയിൽ നിന്ന് ഓടി ഒളിക്കുന്നത് എന്തിനാണ്? പ്രതിപക്ഷ നേതാവ് ഇന്ന് സഭയ്ക്ക് പുറത്തു പറഞ്ഞു, ഈ ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയാം ഈ ശില്പപാളികൾ ഏതോ ഒരു കോടീശ്വരൻ്റെ വീട്ടിലാണ്, ഏത് കോടീശ്വരൻ്റെ വീട്ടിൽ അറിയാമെന്ന് പറഞ്ഞു. ഉത്തരവാദിത്വത്തോടു കൂടി പ്രതിപക്ഷ നേതാവിൻ്റെ സഭയ്ക്കുള്ളിൽ ഇത് പറയാൻ പറ്റുമോ? ഇത് സഭയ്ക്കുള്ളിൽ പറയുമ്പോഴല്ലേ അതിന് വാലിഡിറ്റി ഉണ്ടാവുക. സഭയ്ക്ക് പുറത്ത് പറയുമ്പോൾ നിങ്ങളതൊരു ആരോപണമാണ്, സഭയ്ക്കുള്ളിൽ പറയുമ്പോൾ നിങ്ങൾ മറുപടി പറയണം, ഇല്ലെങ്കിൽ രേഖയിൽ നിന്ന് മാറ്റണം.
അപ്പോൾ ഉത്തരവാദിത്വത്തോടുകൂടി കാര്യങ്ങൾ ചോദിക്കാനും പറയാനും പറ്റാത്തത് കൊണ്ടാണോ പ്രതിപക്ഷം സഭയിൽ നിന്ന് തെന്നിമാറി സഭയ്ക്ക് പുറത്തുപോയി ആരോപണങ്ങളായിട്ട് ഉന്നയിക്കുന്നത്? ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ അവതരണ രീതിയിൽ എനിക്ക് ഒട്ടും യോജിപ്പില്ല. അദ്ദേഹം ആണത്ത ഘോഷണമാണ് അവിടെ നടത്തിയത് എന്ന സ്മൃതിയുടെ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു. പക്ഷേ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഏതാണ് ആ കോടീശ്വരൻ എന്ന് പറയേണ്ടത് ഈ പ്രതിപക്ഷ നേതാവല്ലേ? പ്രതിപക്ഷ നേതാവ് എന്തറിഞ്ഞിട്ടാണ് പറയുക? അന്വേഷിക്കണ്ടേ? അതല്ല, അന്വേഷിക്കല്ല. കടകംപള്ളി സുരേന്ദ്രൻ അറിയാം ഏത് കോടീശ്വരനാണെന്ന്. എങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയൂ. ഇതൊക്കെ രാഷ്ട്രീയ പ്രതികരണം. അപ്പൊ പ്രതിപക്ഷ നേതാവിന് ആവശ്യം എന്താ? രാഷ്ട്രീയമായിട്ടുള്ള പ്രതികരണമാണ്. സഭയിൽ കഴമ്പുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് നമുക്ക് ഇഷ്ടം, അത് അറിയാനാണ് നമുക്ക്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞ പ്രതികരണം കൂടെ ആ പ്രതികരണം കുഴപ്പമാണ്. ആ പ്രതികരണവും രാഷ്ട്രീയമായി ശരിയല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു MLA ഉയരക്കുറവിന്റെ പേരിൽ പരിഹസിക്കുന്നത് ശരിയല്ല എന്ന നിലപാടാണ് എന്റേത്. പക്ഷെ അതിന്റെ അർത്ഥം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയാണെന്നല്ല. എൻ്റെ വിഷയം ഇതാണെന്നേ, സഭയിൽ അതിനുള്ള ഏറെ അവസരങ്ങൾ, ചോദ്യോത്തരവേളയിൽ, ശ്രദ്ധ ക്ഷണിക്കലിൽ, സബ്മിഷനുകളിൽ, ഇനി ഇതാ അല്ലെങ്കിൽ സഭ ചർച്ച ചെയ്യാൻ ഇത് നടപടികളിൽ അച്ചടക്കമൊന്നും വേണ്ട. സഭയിൽ നിങ്ങൾക്ക് പ്രതിഷേധിക്കാം. പക്ഷേ വസ്തുത അറിയാനുള്ള പൗരന്മാരുടെ അവകാശമുണ്ടല്ലോ, ആ വസ്തുത അറിയണ്ടേ? സഭയ്ക്കുള്ളിൽ എനിക്കിതാ മനസ്സിലാവാത്തത്, സ്മൃതി എന്ന മാധ്യമ പ്രവർത്തകയ്ക്ക് സഭയ്ക്കുള്ളിൽ ഭരണപക്ഷം നൽകുന്ന ഒരു ഉത്തരം ഈ വിഷയത്തിൽ വേണ്ടേ? ഉത്തരവാദിത്തത്തോടുകൂടി നൽകിയ പ്രതികരണം അങ്ങ് പറഞ്ഞു. ഏത് ഉത്തരവാദിത്തത്തോടുകൂടി ദേവസ്വം മന്ത്രിയോട് പ്രതിപക്ഷം ചോദിച്ചൊരു ചോദ്യം പറയൂ. പ്രതിപക്ഷം ഉത്തരവാദിത്വത്തോടുകൂടി ദേവസ്വം മന്ത്രിയോട് പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ ചോദിച്ചൊരു ചോദ്യം പറയും. ദേവസ്വം ബോർഡിന്റെ പിഴവുകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. സഭയ്ക്കുള്ളിൽ പറയുന്നില്ലേ? ഒന്നും പറഞ്ഞില്ലേ? എപ്പോ ചോദിച്ചു? സഭയ്ക്കുള്ളിൽ ചോദിച്ചില്ലെന്ന് മാത്രമല്ല, സഭയ്ക്കുള്ളിൽ ദേവസ്വം മന്ത്രിക്ക് സംസാരിക്കാൻ വേണ്ടി ഒരു നോട്ടീസോ ചോദ്യം പോലും പ്രതിപക്ഷം കൊടുത്തിട്ടില്ല. ഇതിനു മുമ്പ് നോട്ടീസ് കൊടുത്ത് നടന്ന ചർച്ചകൾ കണ്ടല്ലോ. ഇന്നലെ പറഞ്ഞത് വീണ്ടും സ്മൃതി അതേ പോയിന്റിലാണ് പ്രതിപക്ഷമായിരുന്നപ്പോൾ ഇതിനു മുമ്പ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്നേ എന്ന് പറഞ്ഞ് ഇപ്പോഴും ചെയ്യണമെന്നാണോ? ചെയ്യണം. ഇങ്ങനെയൊക്കെയാണോ വേണ്ടത്? ഇങ്ങനെയൊക്കെയാണോ സഭ? ഇങ്ങനെയാണോ സഭ? ഇങ്ങനെയും സഭയുണ്ട്. ഇങ്ങനെയാണോ സഭ? സംഭവിക്കും. ഇന്ന് സഭ ബഹിഷ്കരിച്ചതുകൊണ്ട് ഉണ്ടായ നേട്ടം എന്താ? ആയിക്കോട്ടെ, അതായത് ഞങ്ങളുടെ നിലപാട് ഇതാണ്. ഞങ്ങൾക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും രാജിവെക്കുന്നതാണ് ഞങ്ങളുടെ നിലപാട്. അതാണ്. നോക്കൂ, 2019 ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന ഒരു സ്വർണ്ണമോഷണത്തിന്റെ പേരിൽ 2025 ഇന്നത്തെ ദേവസ്വം മന്ത്രിയും ഇന്ന് 2 വർഷം മുമ്പ് മാത്രം നിയമിതരായ ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്ന് പറയുന്നതിന്റെ രാഷ്ട്രീയ യുക്തി എന്താ? അതിന്റെ രാഷ്ട്രീയ യുക്തി എന്താ? ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് കുഴപ്പമില്ലാന്നാണോ? പറ്റിയിട്ടില്ല? ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനല്ല, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ സ്വർണ്ണ മോഷണത്തിൽ അദ്ദേഹത്തിന്റെ പങ്കെന്താ? മോഷണം എന്നുള്ള വീഴ്ച സംഭവിച്ചിട്ടില്ല. എന്താ ഈ പറയുന്നത്? ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് സംഭവിച്ച വീഴ്ചകൾ പറയും. അപ്പൊ പിന്നെ എന്താ പറഞ്ഞത്? കടകംപള്ളിയുടെ പേരിൽ എന്താ പറഞ്ഞത്? കടകംപള്ളി സുരേന്ദ്രൻ അറിയാം ഏത് കോടീശ്വരന്റെ വീട്ടിലാണ് ഇരിക്കുന്നത് അറിയാം. രോഷം കൊള്ളുന്നത് സ്മൃതിയുടെ ഫോട്ടോ എന്താണ് അങ്ങേക്ക് മനസ്സിലാക്കി തരുന്നത്? സ്മൃതി, ഞാൻ മറ്റൊരു ഫോട്ടോയുണ്ട്. സോണിയാഗാന്ധിക്ക് സമ്മാനം കൊടുത്തത് ആര് വഴിയാ? സമ്മാനം കൊടുക്കുന്നതല്ലേ പറയുന്നത്? അവിടെ ഇരുന്ന അയാളും സോണിയാഗാന്ധിയുടെ കയ്യിൽ സോണിയാഗാന്ധിയുടെ കയ്യിൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മാനം കൊണ്ട് കൊടുത്തതിനെ നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും? ഒരാൾ വന്ന് സമ്മാനം തരുന്ന ആളുമായിട്ട് ഭയങ്കര ബന്ധമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ആര് വഴിയാണ് ഞാൻ ചോദിച്ചത്? അതാര് വഴി? അതെന്തായാലും സർക്കാർ വഴിയല്ലല്ലോ. സർക്കാർ വഴിയല്ലല്ലോ. എനിക്കറിയില്ല. അപ്പൊ പിന്നെ അതേ ഉള്ളൂ, നമ്മുടെ മുന്നിൽ ദൃശ്യങ്ങളേ ഉള്ളൂ. വസ്തുതകൾ എന്ത്? അത് സഭയിൽ ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ ഈ പറയുന്നത്. ഇത് സഭയിൽ ചോദിക്കണം. അപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ പറയുമല്ലോ. ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതിന്റെ മറുപടി പ്രതിപക്ഷ നേതാവിന് പറയാൻ പറ്റുമോ സഭയ്ക്കുള്ളിൽ? കടകംപള്ളി സുരേന്ദ്രൻ സഭയ്ക്കുള്ളിൽ പറഞ്ഞു, അത് കേൾക്കാൻ ആരില്ല, പ്രതിപക്ഷമില്ല. നോക്കൂ, ഭരണപക്ഷത്തോട് മറുപടി ഭയക്കുന്നു എന്നുള്ളത് ഭരണപക്ഷത്തിന്റെ വാദമാണെന്നേ. മറുപടി പറയുന്നില്ലല്ലോ ഭരണപക്ഷം ഇതുവരെ. മറുപടി പറയാൻ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഒരു ചോദ്യവും ചോദിക്കുന്നില്ല, ഒരു നോട്ടീസും കൊടുക്കുന്നില്ല, ഒരു സബ്മിഷനും ഉന്നയിക്കുന്നില്ല, ഒരു ശ്രദ്ധയും ക്ഷണിക്കുന്നില്ല. അതിനുശേഷം രാവിലെ വരും, സഭ തുടങ്ങുന്ന സമയത്ത് വലിയ ബാനർ എടുത്ത് വലിച്ചു കിട്ടും, അത് സ്പീക്കറിന്റെ മുഖം മറയ്ക്കും. അതിനുശേഷം ഇന്നിപ്പോ വാച്ചൻ വാർഡിനെ കയ്യേറ്റം ചെയ്യുന്ന രീതി വരെ എത്തുന്നു. അതാണ് സഭയിൽ നടക്കുന്നത്. ഈ വിഷയത്തിൽ പൊതുജനങ്ങൾക്ക് അറിയേണ്ട വിഷയങ്ങൾ ചോദിക്കാനോ മാന്യമായി അത് ചർച്ച ചെയ്യാനോ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല.
2019 നടന്ന സ്വർണ്ണമോഷണത്തിന് 2025 ദേവസ്വം വകുപ്പ് മന്ത്രിയും 2025 ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്ന യുക്തിരഹിതമായ ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. 2019 തുടങ്ങി 2025 വരെ നടന്നിരിക്കുന്ന പാളിമിനുക്കലാണ് ചർച്ച. ഇനി 2025 പാളിമിനുക്കലാണല്ലോ ചർച്ച. ഞാൻ പറയാം, 2025 പാളിമിനുക്കലിൽ എവിടെയാ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പിഴച്ചത്? ഒരൊറ്റ കാര്യത്തിലല്ലാതെ. കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറോട് അനുവാദം ചോദിക്കാതെ അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തു എന്നതല്ലാതെ എവിടെയാ പിഴച്ചത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇത് കൊടുത്തു വിടാമെന്ന് മുരാരി ബാബു നോട്ട് എഴുതുമ്പോൾ, അനുവാദം നൽകുമ്പോൾ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താ തീരുമാനമെടുത്തത്? കൊടുത്തു വിടരുതെന്നാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിടരുതെന്ന് തീരുമാനമെടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണോ? ഞാൻ പിഴവുകളുടെ കണക്കാണ്. അതാണ് നിങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്ന രാഷ്ട്രീയ വിഷയം എന്താ? ഇന്ന് സഭ ബഹിഷ്കരിച്ചതിന്റെ കാരണം എന്താ? ദേവസ്വം വകുപ്പ് മന്ത്രി രാജിവെക്കണം. ഏത് ദേവസ്വം വകുപ്പ് മന്ത്രി? 2025 ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് 2019 മോഷണത്തിന് പേരിൽ രാജിവെക്കണമെന്ന് പറയുന്നതിന്റെ രാഷ്ട്രീയ യുക്തി എന്താ? ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 2023 നടന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 2019 നടന്ന മോഷണത്തിന് പേരിൽ രാജിവെക്കണമെന്ന് പറയുന്ന രാഷ്ട്രീയ യുക്തി എന്താ? ഇനി ഞാൻ ഇങ്ങനെ പറയാം. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എല്ലാ മാനുവലും അനുസരിച്ച് ഈ ദേവസ്വം ബോർഡിന്റെ എല്ലാ ഉദ്യോഗസ്ഥരും, എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തുടങ്ങി വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ സ്വർണം 2025 ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുക്കാതെ അവിടെ സ്പോൺസർഷിപ്പ് ഏറ്റവും ഒടുവിൽ വിവാദമായപ്പോൾ അത് മാറ്റിയെടുത്ത് തിരിച്ചു കൊടുത്തു. അതിനുശേഷം പ്രേക്ഷകർ അറിയണം, വീണ്ടും പീഠമടക്കം കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി. അതും തടഞ്ഞതിന് പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ 2023 ശേഷം ഈ ഒരു പീഠവും ഒരു തരത്തിലുള്ള വസ്തുവും കൊടുത്തു വിട്ടിട്ടില്ലെന്നിരിക്കെ ഈ സർക്കാരിന്റെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കേണ്ട ആവശ്യം എന്താണ്? ശരി, കോടതി പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളുണ്ടല്ലോ. ദേവസ്വം ബോർഡിന്റെ കുറ്റകരമായ വീഴ്ചകൾ 37/2025 നിലവിലുള്ള സ്വർണ്ണ കോട്ടിംഗ് ഇളക്കി വീണ്ടും സ്വർണം പൂശാൻ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന് വൈദഗ്ധ്യമില്ല എന്ന ഗ്രാം സ്വർണ്ണം 8 ദിവസത്തിനകം ഇത് ചർച്ചയ്ക്ക് പിന്നാലെ തിരുത്തിയതിന്റെ കാരണം കൂടി പറയാം. അത് പ്രേക്ഷകർ മനസ്സിലാക്കണം. ഈ 2025 സ്വർണം കൊണ്ടുപോകുമ്പോൾ ഈ സ്വർണ്ണപ്പാളിയിൽ ഉണ്ടായിരുന്ന സ്വർണത്തിന്റെ അളവ് കൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം. സ്വർണ്ണപ്പാളിയിൽ മങ്ങലേറ്റുവെന്ന് തന്ത്രി കൂടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രി കൂടി ഈ ദേവന്റെ അനുഗ്രഹം ഞാൻ സ്വർണ്ണപ്പാളി തന്നെയാ പറഞ്ഞത്, ചെമ്പുപാളി എന്നല്ല. ആ സ്വർണ്ണപ്പാളിയിലുള്ള സ്വർണത്തിന്റെ അളവാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. എന്റെ ചോദ്യം ഇതാ, 2019 ഉണ്ടായിരുന്ന ശില്പത്തിലെ സ്വർണത്തിന്റെ അളവിനേക്കാൾ കൂടുതലാണോ 2025 സ്വർണത്തിന്റെ അളവ്? എനിക്കറിയില്ല. ഞാൻ പറയാം, 9 ഗ്രാം കൂടുതലാണ്. കാരണം എന്താ? കൂടുതലാക്കി കൊണ്ടുവന്നു അല്ലല്ല, 2019 അതാണ് കണക്ക്. മഹസറിലുള്ള കണക്കല്ല, നമ്മുടെ മുന്നിൽ രേഖകൾ വെച്ച് സംസാരിക്കൂ സ്മൃതി. അല്ലല്ല, അത് നോക്കൂ, 2019 അതിന്റെ സ്പോൺസർഷിപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലായതുകൊണ്ട് തന്നെ ഗ്യാരണ്ടർ 40 വർഷത്തിന്റെ ഗ്യാരണ്ടർ എന്ന പേര് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ്. 2025 അത് പുതുക്കാൻ കൊണ്ടുപോകുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യം അവിടെ വേണം. അതുകൊണ്ടാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും ദേവസ്വം ബോർഡിന്റെ ഖജനാവിൽ നിന്ന് ചെലവില്ലാതെ അത് പൂശിയെടുക്കാൻ വേണ്ടിയാണ് ആ തീരുമാനമെടുക്കുന്നത്. അതാണ് 8 ദിവസം കഴിഞ്ഞുള്ള കത്തിൽ വിശദീകരണക്കുറിപ്പ്. അതിലിപ്പോൾ കോടതിക്ക് തർക്കമില്ല, കോടതിക്ക് അതിലിപ്പോൾ ഒരു വിയോജിപ്പുമില്ല. കോടതി പറഞ്ഞത് അത് തിരിച്ചു കൊണ്ടുവരൂ, അത് 17-ാം തീയതി സ്ഥാപിക്കും. അതിൽ കോടതിക്ക് എതിർപ്പില്ലെന്ന്. അതിന്റെ കാരണം വിശദീകരിച്ചതാ. ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്ന് 5 പൈസ ചെലവായിട്ടില്ലെന്ന് മാത്രമല്ല 9 ഗ്രാം അധികമാണ് ഇപ്പോൾ ശില്പപാളിയിലുള്ള സ്വർണത്തിന്റെ അളവ്. അപ്പോൾ 9 ഗ്രാം അളവ് സ്വർണം കൂടുതൽ കിട്ടിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം എന്നുള്ളതാണോ ഈ പ്രതിപക്ഷത്തിന്റെ ആവശ്യം? പോയത് ആരുടെ കാലത്താ? എന്താ രാഷ്ട്രീയ യുക്തി? ഇത് മാത്രമേ എനിക്ക് പ്രേക്ഷകരോട് ചോദിക്കാനുള്ളൂ. ബാക്കിയുള്ള എല്ലാ പ്രതിഷേധങ്ങളെയും, സഭയ്ക്ക് പുറത്തുള്ള എല്ലാ പ്രതിഷേധങ്ങളും വാലിഡാണ്. ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് 2019 സംഭവിച്ച ഗുരുതരമായ വീഴ്ച, അക്കാര്യത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടിയിരുന്ന ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് അക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.
പക്ഷേ 2025 കാര്യങ്ങൾ വൃത്തിയായി നടന്നു തുടങ്ങുമ്പോൾ അതിനിടയ്ക്ക് വന്ന് വലിയ രീതിയിൽ ഒരു സുവർണാവസരം മുതലെടുക്കുന്ന രീതിയിൽ സഭ ബഹിഷ്കരിച്ചു പോയത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിലപാട്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതൊരു ചോദ്യമാണ്. പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലത്ത് ഈ ശബരിമലയുടെ ശ്രീകോവിലിന് മുന്നിലുള്ള കൊടിമരത്തിൻ്റെ മുകളിലുള്ള ധ്വജം, ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ധ്വജത്തിൽ വാജിവാഹനമുണ്ട്. അത് അറ്റകുറ്റപ്പണിക്കായിട്ട് എടുക്കുന്നു. അതിന് കേടുപാട് സംഭവിക്കുമ്പോൾ അതൊരു വിഗ്രഹത്തിൻ്റെ സ്വഭാവമുള്ള വിഗ്രഹത്തിൻ്റെ വാഹനമാണ്. ആ വിഗ്രഹത്തിൻ്റെ വാഹനത്തിന് കോടികളുടെ മൂല്യമുണ്ട്. പുറത്തു പോയാൽ ആ വാഹനം എവിടെയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ചോദ്യം ചോദിക്കുന്നത്. ആ വാജിവാഹനം ഇറക്കിയത് തിരുവല്ലയിൽ ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഇതേപോലെ ഈ കൊടിമരത്തിന് മുകളിലുള്ള വിഗ്രഹത്തിൻ്റെ വാഹനം അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്ന നിലപാടല്ല അന്ന് സ്വീകരിച്ചത്. അത് ദേവസ്വത്തിന് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് തന്ത്രവിധി പ്രകാരം അഴിച്ചെടുത്തതിന് ശേഷം ക്ഷേത്രത്തിൽ ഏൽപ്പിച്ചു. തിടനാട് പത്തനംതിട്ട ക്ഷേത്രത്തിൽ ഇതേപോലെ വിഗ്രഹവാഹനം അഴിച്ചെടുത്തു, അത് ക്ഷേത്രത്തിൽ ഏൽപ്പിച്ചു. ശബരിമലയിലെ ധ്വജവാഹനത്തിന് അല്ലെങ്കിൽ വിഗ്രഹവാഹനത്തിന് വാജിവാഹനത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അതിന് വരും ദിവസങ്ങളിൽ ചർച്ചയാകുമെന്നാണ് എൻ്റെ വിശ്വാസം. തന്ത്രിയുമായി ബന്ധപ്പെട്ടാണ് അങ്ങ് സംശയിക്കുന്നത്. ഞാൻ പറഞ്ഞ പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്ത് സംഭവിച്ച വിഷയമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം പുറത്തു വരണം. ഇത് ഓരോരോ വിഷയങ്ങളായി പുറത്തു വരണം എന്നുള്ളതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. ജിമ്മി, 3-ാം ദിവസത്തെ നിയമസഭയിലെ വലിയ പ്രതിഷേധങ്ങൾക്കിടയിൽ ഇന്ന് സ്പീക്കർ ചോദിച്ചിട്ട് പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്. ഇങ്ങനെയാണോ ജനാധിപത്യം പുലരേണ്ടത്? നിങ്ങളിൽ നിന്നാണോ ജനാധിപത്യം പഠിക്കേണ്ടത്? കുട്ടികൾ ഡയസിൽ സദസ്സിൽ ഗാലറിയിൽ ഇരിപ്പുണ്ട്, അവരിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് വളരെ ന്യായമായ ഒരു വിഷയം അദ്ദേഹം ഉന്നയിച്ചു. പ്രതിപക്ഷം 3-ാം ദിവസവും പ്രത്യേകിച്ചൊന്നുമില്ലാതെ സഭ ബഹിഷ്കരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്, അലങ്കോലമാക്കുകയാണ്. പക്ഷേ വളരെ രസകരമാണ്, ഈ സ്പീക്കർ അടക്കമുള്ളവർ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, UDF സർക്കാരിൻ്റെ കാലത്ത് ഈ സ്പീക്കറെ കസേരയിൽ പോലും ഇരിക്കാൻ അനുവദിക്കാതെ ആ കസേര തന്നെ എടുത്ത് താഴോട്ടിട്ട് അവിടെ ഇരുന്ന വാച്ച് ആൻഡ് വാർഡിനെ കാലേവാലി നിരത്തടിച്ച് ഒരു 10-20 വാച്ച് ആൻഡ് വാർഡിൻ്റെ പുറത്തുകൂടെ മറിഞ്ഞു വീണ് നിയമസഭയിലെ ടേബിളുകൾക്ക് മുകളിലൂടെ വേറൊരു ഇപ്പോഴത്തെ മന്ത്രി, അന്നത്തെ MLA മുണ്ട് മടക്കി കുത്തി ചാടി മാറി. ഇതെല്ലാം കാണിച്ച ഒരു നിയമസഭയുടെ കാലത്തിന് ശേഷം അതേ പ്രതിഷേധത്തിലുണ്ടായിരുന്ന ഒരു MLA ഇന്ന് ചോദിക്കുകയാണ്, സ്പീക്കറായിരുന്നുകൊണ്ട്, നിങ്ങളിൽ നിന്നാണോ ജനാധിപത്യം പഠിക്കേണ്ടത്? വളരെ നന്നായി അങ്ങനെ ചോദിച്ചത്. ഓരോ കാലത്ത് ഓരോ പുതിയ നോർമലുകൾ ഉണ്ടാക്കുകയും അതിനുശേഷം പിന്നെ അതിൻ്റെ മുകളിലാണ് അന്ന് സഭയിലെ ഏറ്റവും മോശം, നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം സംഭവമായി എല്ലാവരും വിലയിരുത്തിയപ്പോൾ അതിനെ പറഞ്ഞത് അതിലും വലിയ വിഷയം നടക്കുമ്പോൾ ചിലപ്പോൾ മാമൂലികളും നിയമങ്ങളും ഞങ്ങൾക്ക് തടസ്സപ്പെടേണ്ടി വരും, ഞങ്ങൾക്ക് കളയേണ്ടി വരും എന്നുള്ളതാണ്. അന്നെന്താണ് വിഷയം? അന്ന് KM മാണി കേരളത്തിൻ്റെ ബജറ്റ് അവതരിപ്പിക്കാൻ വരുന്നു. ഈ ബജറ്റ് അവതരിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിൻ്റെ അടുത്ത ഒരു വർഷത്തെ പ്ലാനിങ് കുളവായി പോവും, വെയ്സ് ആൻഡ് മീൻസ് ബില്ല് പോലും പാസ്സാക്കാൻ പറ്റില്ല, അതൊക്കെ ഇതിൻ്റെ ഭാഗമായി വരുന്നതാണ്, അത് സമ്മതിക്കണം എന്നുള്ളതായിരുന്നു അന്ന് ഭരണപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അപ്പോൾ അത് പറഞ്ഞു അതിലും വലുതാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ കുളവാക്കിയത്. അവസാനം ശക്തന് ഈ പ്രതിപക്ഷ MLA മാർ വളഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കൈയിട്ടിട്ട് ഇങ്ങനെ എന്തോ ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞ് KM മാണി ഡയസിൽ അവിടെയുമല്ല അങ്ങ് ദൂരെ മൈക്രോഫോൺ ഫിറ്റ് ചെയ്തെന്ന് ഞാൻ ബജറ്റ് അവതരിപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നു പറഞ്ഞതാണ്. അത്രയും നാണം കെട്ട പരിപാടി എന്തായാലും കഴിഞ്ഞ 3 ദിവസം കേരള നിയമസഭ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ടേക്ക്. അതുകൊണ്ട് പ്രതിപക്ഷം സഭ ഇങ്ങനെ ബഹിഷ്കരിക്കണമെന്ന് ചോദിച്ചാൽ പ്രതിപക്ഷത്തിന് മറ്റു മാർഗങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ പക്ഷേ പ്രതീക്ഷിക്കുക മുഖ്യമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും എന്താണ് മറുപടി പറയാനുള്ളത് എന്നുള്ളതാണ്. ഒന്നെങ്കിൽ സഭയ്ക്കകത്ത് അല്ലെങ്കിൽ സഭയ്ക്ക് പുറത്ത് വിശദമായി വാദപ്രതിവാദങ്ങൾ ഉണ്ടാകണം. ഞങ്ങൾക്ക് അറിയണമെന്നേ 2019 ഒരു വലിയ കളവ് 2025 പിടിക്കപ്പെട്ടെന്നും ആ പിടിക്കപ്പെട്ടത് കൊണ്ട് ഞങ്ങളത് വിശദമായി അന്വേഷിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒഴിഞ്ഞു പോകാനാകില്ല എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ വിഷയം. 2025 ദേവസ്വത്തിൽ നിന്ന്, തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പലമായ ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പപീഠങ്ങൾ അഴിച്ചു കൊണ്ടുപോയ സമയത്ത് അത് കോടതിയെ അറിയിച്ചില്ല എന്നുള്ളൊരു വിഷയത്തിൽ ഒരു കോടതി ഉത്തരവുണ്ട്. ഇത്തവണ ഇപ്പം 3 ഉത്തരവുകൾ കഴിഞ്ഞു. ആദ്യത്തെ ഉത്തരവ്, ആ ഉത്തരവിൽ പറയുന്നതനുസരിച്ച് 2019 അഴിച്ചുകൊണ്ട് പോയിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നാം. 2019 കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ 2023 കൃത്യമായി പറഞ്ഞാൽ 30/6/2023 ഇത് സംബന്ധിച്ചൊരു കോടതി ഉത്തരവുണ്ട്. ആ കോടതി ഉത്തരവ് 2025 ആദ്യ കോടതി വിധിയിൽ കോടതി പറയുന്നുണ്ട്, ഞങ്ങൾ വിശദമായ വിധി പുറപ്പെടുവിച്ചതാണ്, ഇത് പുറത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞതാണ്. എന്ന് പറഞ്ഞതിന് ശേഷവും നിങ്ങൾ ഇത് കൊണ്ടുപോയി, അതൊരു വിഷയമാണ്. ദിസ് ഈസ് അൺവാറണ്ടഡ് ആൻഡ് ഇറഗുലർ എക്സസൈസ് ഓഫ് അതോറിറ്റി. ആരുടെ അതോറിറ്റി? പ്രശാന്ത് പ്രസിഡൻ്റായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അതോറിറ്റി. ദിസ് ഈസ് അൺവാറണ്ടഡ് ആൻഡ് ഇറഗുലർ എക്സസൈസ് ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരു കളവ് പകുതി വഴിയിൽ വെച്ച് പിടിക്കപ്പെട്ടതാണ് എന്നും കോടതി അതിനകത്ത് പറയുന്നുണ്ട്. ഇതിനകത്തൊരു വലിയ മോഷണം നടന്നേനെ, ഞങ്ങളിത് പിടിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോഴാണ് പറയുന്നത്, സാർ ഞങ്ങൾ അവിടം വരെ കൊണ്ടുപോയിട്ടുണ്ട്, അത് പകുതി ഉരുക്കി കഴിഞ്ഞു,
പണി പകുതിയായി, ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരണോ അതോ അവിടെ വെക്കണോ? അപ്പോൾ കോടതി പറഞ്ഞു ശരി. അങ്ങനെ ആദ്യം പണി നിർത്തിവെക്കാൻ പറഞ്ഞാണ് ഈ ഓർഡർ. അപ്പോഴാണ് മുട്ട് വരച്ച് കോടതി വന്നിട്ട് സംസ്ഥാപരാധം പറഞ്ഞ തെറ്റിപ്പോയത്. അന്ന് പ്രശാന്ത് എന്താ പറഞ്ഞത്? ഇതിലൊരു തെറ്റുമില്ല, ഇത് ഒരു പ്രൊസീജിയറൽ എറർ മാത്രമാണ്, ഞങ്ങൾ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചില്ല എന്നത് മാത്രമാണ് തെറ്റെന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല, 2023 കോടതി ഉത്തരവുണ്ട്, അത് ഗുരുതരമായ കുറ്റമാണ്, പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ വിഷയമെല്ലാം ഉണ്ടായത്. അപ്പോൾ ഈ സർക്കാരിൻ്റെ ദേവസ്വം ബോർഡിനെതിരെ വിമർശനമില്ല എന്ന് പറയുന്നതിൽ വളരെ വലിയ ഒരു വസ്തുതാപശകൊണ്ട് ഞാൻ പറഞ്ഞതല്ല, കോടതി പറഞ്ഞതാണ്. മറ്റു വഴി ഇല്ലാതായപ്പോഴാണ് കോടതി പറഞ്ഞത് ശരി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ. എന്നിട്ട് രേഖകളെല്ലാം വരുത്താൻ പറഞ്ഞു. രേഖകൾ വന്നു. അപ്പോൾ പിടിച്ചതിനേക്കാളും വലുതാ അളയ്ക്കകത്ത്. അങ്ങനെയാണ് നമ്മളെല്ലാവരും 2019 മാറിയത്. അതുകൊണ്ട് 2025 മറന്നു പോകരുത്, മറന്നു പോവില്ല. വിഷയം ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഒരു കളവ് പകുതി വെച്ച് പിടിക്കപ്പെടണം. അപ്പോൾ ഞാൻ വെറുതെ ഒരു ചോദിക്കുകയാണ്, ഇത്രയെല്ലാം ചെയ്തു നമ്മൾ സംശയിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ അവിടെ വരെ പോയി ഈ പരിപാടിയിൽ എല്ലാവരും കൂടെയൊക്കെ നിൽക്കുകയാണ്. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി വാശി പിടിക്കുന്ന 2019 കൊണ്ടുപോയ, പിന്നീട് പല പ്രാവശ്യം കൊണ്ടുപോകാൻ ശ്രമിച്ചു നമ്മൾ കരുതുന്ന സ്മാർട്ട് ക്രിയേഷൻസ്, 2025 സ്മാർട്ട് ക്രിയേഷൻസ്, ഈ സ്മാർട്ട് ക്രിയേഷൻസിനകത്ത് എന്തെങ്കിലും നടക്കാൻ സാധ്യതയുണ്ടെങ്കിലോ നമുക്കറിയില്ല. ഇനി അവിടെ എത്തുന്ന പീഠം തന്നെയാണോ, ശില്പം തന്നെയാണോ, പാളികൾ തന്നെയാണോ തിരിച്ച് വീണ്ടും വരിക എന്നറിയില്ല. അപ്പം ഈ സ്മാർട്ട് ക്രിയേഷൻസും സംശയത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. എന്ന് മാത്രമല്ല വേറെയും വിവരങ്ങൾ വരുന്നുണ്ട്. 2019 പൂശി കൊണ്ടുവച്ച പീഠം പിന്നെയും കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വഴിയെ പുറത്തു വരും. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അങ്ങനെയും നടന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ പല തവണയായി 2019 നമുക്കറിയാവുന്ന രേഖകൾ പ്രകാരം 2019 പല തവണ ഇത് കൊണ്ടുപോകാൻ ശ്രമിക്കുകയോ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അവിടെയാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ മുൻ മന്ത്രിയുടെ ഒരു റോളിനെ കുറിച്ച് വരുന്നത്. ഇന്ന് സഭയ്ക്കുള്ളിൽ ഈ വിഷയം ഉന്നയിക്കാതെ പുറത്തുപോയി പ്രതിപക്ഷ നേതാവ് വിഷയം ഉന്നയിച്ചതിൻ്റെ കാര്യം പറഞ്ഞു. സത്യത്തിൽ സഭയ്ക്കുള്ളിൽ പറയുന്നതാണ് സേഫ്. കാരണം സഭയ്ക്കുള്ളിൽ ഒരു അംഗത്തിനെതിരെ ഇനി കൊലപാതകയാണെന്ന് പറഞ്ഞാലും കേസെടുക്കാൻ പറ്റൂല. സഭയ്ക്കുള്ളിൽ പ്രിവിലേജ് ഉണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പുറത്തു പോയിട്ടാണ് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് ഏത് പണക്കാരൻ്റെ വീട്ടിലേക്കാണ് കടത്തിയെന്ന് പറയണമെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു സുവർണ്ണ അവസരമാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ കേസെടുക്കാന്നേ പുറത്ത് പറഞ്ഞിരിക്കുകയല്ലേ, വരട്ടെ, കേസ് വരട്ടെ, നമുക്കിതിൻ്റെ നെല്ലും പതിരും തിരിച്ചറിഞ്ഞു വരട്ടെ. അപ്പോൾ 2019 ഒരു വലിയ പുകമറയിൽ 2025 മറക്കാൻ പറ്റില്ല, 2025 പേരിൽ 2019 മറക്കാൻ പറ്റില്ല. പിന്നെ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള യുദ്ധം, അത് യുദ്ധമാണെന്നും അത് രാഷ്ട്രീയമാണെന്നും ആർക്കാണ് അറിഞ്ഞാത്തത്? എല്ലാവരും സുവർണാവസരത്തിൻ്റെ പിന്നാലെയാണ്. ആ സുവർണാവസരം കൈവിട്ട് പോകുന്നത് കണ്ട് കൺട്രോൾ പോയാണെന്ന് മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിന്ന് ആ 8:45 അടുക്കി വെച്ചോന്ന് പറഞ്ഞ് കൺട്രോൾ പോയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ വിഷമവും മനസ്സിലാവും. ഒരു 2 മാസം മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ സീൻ. അയ്യപ്പൻ്റെ ടൈമിംഗ്. അപ്പോൾ അയ്യപ്പൻ്റെ കളിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ആ ഗംഭീരമായ ആ സുവർണാവസരം അവിടുന്ന് പോയി മാൻഡ്രേക്കിൻ്റെ പ്രതിമ പോലെയാണ്, അതിപ്പോൾ ഇപ്പുറത്തേക്ക് പോയി. അതിൻ്റെ വിഷമം കൊണ്ട് അതൊക്കെ അങ്ങനെയൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഇതിനകത്ത് ഇപ്പോഴും വിഷയം സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും എന്ത് നടന്നാലും, ആരൊക്കെ പ്രതിഷേധം നടത്തിയാലും, ഈ ശബരിമലയിലെ വളരെ ഷാബി ആയിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഒരു തുടർച്ച 2025 അതുകൊണ്ടാണല്ലോ ഏറ്റവും അവസാനത്തെ കോടതി വിധിയിൽ പറയുന്നത്, ഇപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ യാതൊരുവിധ കണക്കുമില്ല, വിലപ്പെട്ട സ്വർണം, രത്നം, വെള്ളി, ഇതിനൊന്നും കണക്കില്ല. അങ്ങനെയാണ് പ്രത്യേകം റിട്ടയർഡ് ജഡ്ജ് ഇതിനകത്ത് വരുന്നത്. ഇത് 2019 കണക്ക് പരിശോധിക്കാനല്ല, 2025 ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്നാണ്. അപ്പോൾ നിലവിൽ ഒരു ദേവസ്വം ബോർഡ് ഇരിക്കുകയും ദേവസ്വം ബോർഡിൻ്റെ കയ്യിലുള്ള വലിയ വലിയ സംഭാവനകളുടെ കണക്കില്ല എന്ന് പറയുകയും ചെയ്താൽ അതിൻ്റെ ഉത്തരവാദി ആരാ? 2022 2019 അതൊക്കെ പഴയ കഥ, അത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ ഒരു ലളിതമായ യുക്തി ഞാൻ ചോദിക്കട്ടെ. ഒരു പ്രധാനപ്പെട്ട അമ്പലത്തിലെ ഒരുപാട് സ്വർണവും മറ്റുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, അതിന് കണക്കില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കൊരു ഉത്തരവാദിത്വമില്ലേ? അതിനെ നയിക്കുന്ന ദേവസ്വം ബോർഡിനും അതിൻ്റെ മുകളിലുള്ള ദേവസ്വം മന്ത്രിക്കും ഉത്തരവാദിത്വം ഇല്ലാതിരിക്കാൻ പറ്റുമോ? ശരിയായിരിക്കാം, ഇത് വളരെ മുമ്പേ നടന്നതായിരിക്കാം. പക്ഷേ ഇതിന് ഉത്തരവാദിത്വം ഇപ്പോഴുള്ളവർക്ക് കൂടിയുണ്ട്. അതുകൊണ്ട് അവർ രാജിവെക്കണം എന്ന് പറയുന്നതിലൊരു യുക്തിയുണ്ട്. യുക്തിയില്ലാതെ ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. അതേസമയം ഈ വിഷയത്തിലെ അടിവേരിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആണ് വരുന്നത്. അതിലെനിക്ക് വിശ്വാസമുണ്ട്. അതിലും കോടതി ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, സർക്കാരല്ല ഇത് അന്വേഷിക്കുന്നത്, പോലീസുമല്ല. 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സർക്കാർ മേൽനോട്ടത്തിൽ വേണ്ട, 1. 2, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അനുവാദം കൂടാതെ ബന്ധപ്പെട്ട ഫോറത്തിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ പാടുള്ളതല്ല, ഞങ്ങളെ അറിയിക്കണം. എന്ന് വെച്ചാൽ പോലീസിനെ, പോലീസ് മന്ത്രിക്ക്, പോലീസ് സർക്കാരിന് ഈ അന്വേഷണത്തിൽ ഒരു റോളുമില്ല.
ഈ സർക്കാരിനെ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നുകൂടി പറയുകയാണ്. എല്ലാ കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണങ്ങളും ഇങ്ങനെ തന്നെയാണ്. എന്തിനാണ് കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നത്? അത് നിലവിലുള്ള സംവിധാനത്തെ വിശ്വാസമില്ലാതിരിക്കുമ്പോഴാണ്. അങ്ങനെ എല്ലാ തരത്തിലും സർക്കാർ വളരെ മോശം പൊസിഷനിലാണ് നിൽക്കുന്നത്. പ്രതിഷേധം കടുക്കുക തന്നെ ചെയ്യും. പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറം ഇതിൻ്റെ ചെമ്പ് എത്രയും പെട്ടെന്ന് തെളിഞ്ഞു കാണണം എന്നുള്ളതാണ് ഒരു സാധാരണ വോട്ടർ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുക. അല്ല, എനിക്ക് മനസ്സിലായില്ല. കോടതിയുടെ മേൽനോട്ടത്തിലുള്ള SIT എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതെ. ജുഡീഷ്യൽ അന്വേഷണമല്ലല്ലോ. അല്ല, അപ്പൊ പിന്നെ ഇത് എങ്ങനെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് മാറുന്നത്? ആണ്. കാരണം എന്താ? ഇത് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലല്ലേ അന്വേഷണം? അല്ല, അതല്ലേ പറഞ്ഞത്. സർക്കാർ മേൽനോട്ടം വേണ്ട. സർക്കാർ മേൽനോട്ടം വേണ്ടെന്നല്ല, സർക്കാർ മേൽനോട്ടം സർക്കാർ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നാണ്. വായിക്കട്ടെ. സർക്കാർ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. SIT ഈസ് നോട്ട് അണ്ടർ ജുഡീഷ്യറി. ജുഡീഷ്യൽ കമ്മീഷൻ അല്ല ഇത്. നിങ്ങൾ ഈ സാധനം ജുഡീഷ്യൽ അന്വേഷണമല്ല. നിങ്ങൾ ഈ സാധനം ജുഡീഷ്യൽ അന്വേഷണം ആരും പറഞ്ഞില്ല. പിന്നെ എങ്ങനെയാണ് ജുഡീഷ്യൽ അന്വേഷണം? അല്ലെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾ നമ്മുടെ നാട്ടിലെ ഈ സാധാരണ കോടതിയിൽ പോയിട്ട് കോടതി മേൽനോട്ടത്തിൽ വേണം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താ? ഞങ്ങൾക്കിതിൽ സർക്കാരിലോ അതിന്റെ മുകളിലുള്ള വിശ്വാസമില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഈ ഇതങ്ങനെയല്ല. ദേവസ്വം ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ശബരിമല ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ദേവസ്വം ബെഞ്ചാണ് അവിടുത്തെ കമ്മീഷണർ. ബാക്കി എല്ലാ ആരാധനാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അവിടുത്തെ സ്പെഷ്യൽ കമ്മീഷണറാണ് ഇക്കാര്യങ്ങൾ തീരുമാനിക്കുക. അവിടെ ഒരു സാധനം എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ഹൈക്കോടതിയോട് ചോദിക്കണം. അത് സർക്കാർ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് പുറത്തേക്ക് പോകണം. അതാണ് അതിന്റെ രീതി. അതാണ് അത് സർക്കാർ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല ജിമ്മി. ഞാൻ പറയാം എന്ന് മുതലാണ് സ്പെഷ്യൽ ബെഞ്ച് വന്നെന്നറിയാമോ? 91 സ്റ്റാമ്പീഡ് 91 സ്റ്റാമ്പീഡിൽ ഒരു വ്യവസ്ഥയും ഒന്നിനും. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയട്ടെ ഒരു സർക്കാരിന് വിശ്വാസമില്ലെന്നും സർക്കാർ സംവിധാനത്തിൽ ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഈ സ്പെഷ്യൽ കമ്മീഷൻ ഉണ്ടായത്. അതെ, സർക്കാർ വിശ്വാസം. ആ സ്പെഷ്യൽ കമ്മീഷണർ അവിടെ ഉത്തരവാദിയായിരിക്കുമ്പോൾ ദേവസ്വം ബെഞ്ച് പരിഗണിക്കുന്ന ഒരു കേസിൽ ഒരു SIT സ്ഥാപിക്കണം എന്ന് പറയുകയും സർക്കാർ അതിനു വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണോ ഉത്തരവ്? എന്ന് മാത്രമല്ലെന്ന്. പിന്നെ എങ്ങനെയാണ് സർക്കാരിന് വിശ്വാസമില്ല എന്ന് പറയുക? സർക്കാർ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ സർക്കാരിനല്ല, സർക്കാർ തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ SIT ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. എന്താ ചെയ്യാ? അല്ല പറയോ പറ്റില്ല. അല്ലല്ല, സർക്കാരിന്റെ പ്രത്യേക അന്വേഷണമല്ല. അല്ല, കേസിൽ സ്വാഗതവും വേണ്ട. ഒരു നിമിഷം, ഈ കേസ് SIT വരുന്നതിന് മുമ്പ് കേരള പോലീസ് അന്വേഷിച്ചായിരുന്നു. ഈ കേസ് കേരള പോലീസ് അന്വേഷിച്ചിരുന്നു. ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസ് നിലവിൽ പോലീസ് FIR എടുക്കാത്ത SIT ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവരെ ഉപയോഗിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് ഈ SIT അന്വേഷണം. അത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് അതിന്റെ മേൽനോട്ടം സ്വാഭാവികമായി വഹിക്കുക. ശബരിമലയിലെ വിഷയമാണ്. നിങ്ങളുടെ വിജിലൻസ് അല്ല ഇത് അന്വേഷിച്ചത്. ഞാനൊന്ന് പറയട്ടെ തൊണ്ടിയോടെ കോടതി പിടിക്കുകയും കോടതി വിജിലൻസിനോട് അന്വേഷിക്കാൻ പറയുകയും വിജിലൻസ് അന്വേഷണം 2 ദിവസം എങ്ങെത്താതിരിക്കുമ്പോൾ കോടതി പിന്നെയും ഓർഡർ ഇട്ടിട്ട് വൈക്കത്തുള്ള വിജിലൻസ് കമ്മീഷണർ ടീമിനോട് പോയി ഡോക്യുമെന്റ് എടുക്കാൻ പറയുകയും ചെയ്തു. അങ്ങനെ കോടതി ആദ്യമേ തുടങ്ങിയ ഈ കേസിൽ ശബരിമലയുടെ പ്രശ്നമല്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, VS ജയകുമാർ പ്രതിയായ 1,87,00,000 പാത്ര അഴിമതിയുണ്ട്. അതും ഈ ബെഞ്ച് തന്നെ പറഞ്ഞത്. അതിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അല്ലല്ലോ. എന്താ VS ജയകുമാർ പ്രതിയായ അല്ല കോടതിയെ ഉത്തരവിട്ടത്, ഈ സ്പെഷ്യൽ ബെഞ്ച് തന്നെ ഉത്തരവിട്ടത്. അതല്ലേ ഞാൻ പറഞ്ഞത്. അതെങ്ങനെയാണ് നിങ്ങൾ സർക്കാർ വിശ്വാസം അതല്ല, അത് സ്പെഷ്യൽ ടീം അല്ലെന്ന്. ഇത് സ്പെഷ്യൽ ടീമാണെന്ന് ഞാൻ പറഞ്ഞത്. ആ സ്പെഷ്യൽ ടീം ആരാ അന്വേഷിക്കുന്നത്? സ്പെഷ്യൽ ടീം ആരാണെന്ന്? ആ സ്പെഷ്യൽ ടീം ആരാ? കേരള സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ADGP ആണ് അതിന് ചുമതല. ആ ADGP തീരുമാനിച്ചത് കേരള പോലീസ് അല്ല. വേണ്ട സാർ. ആ ADGP തീരുമാനിച്ചത് ഹൈക്കോടതിയാണ്. ആ ADGP ഈ അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സിമ്പിളായി ഞാൻ ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം കേൾക്കൂ. KT ശങ്കരൻ ജസ്റ്റിസ്, നിങ്ങൾ ബഹളം വെക്കില്ല ജിമ്മി. അല്ലെങ്കിൽ ജിമ്മി ഞാൻ പറയാം. ചോദിക്കും. ഇതിനകത്ത് പോലീസിനെ കൊണ്ട് ഇപ്പൊ സാധാരണഗതിയിൽ കോടതിയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ഇട്ടാൽ അത് 2 രീതിയിൽ ചെയ്യും. കോടതി നേരിട്ട് മേൽനോട്ടം വഹിക്കും, കോടതി നേരിട്ട് മേൽനോട്ടം വഹിക്കാത്ത കേസുകളുമുണ്ട്. കോടതി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന കേസുകൾ നമ്മുടെ മുമ്പിലുള്ളത്. ഇപ്പോൾ 2022 ഗോത്ര കലാപം അല്ലെന്ന്. ആ എൻക്വയറി
പറയുന്നത് കേൾക്കൂ. ആ എൻക്വയറി കമ്മീഷന് ശേഷവും ആ എൻക്വയറി നിങ്ങൾ രാഘവൻ കമ്മീഷനല്ലേ പറയുന്നത്? ഒരു എൻക്വയറി പോലീസ് പോയി ചേർന്നാണ് ഞാൻ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ജുഡീഷ്യൽ കമ്മീഷനോ ഒരു ജുഡീഷ്യൽ കമ്മീഷനോ ഒരു ജസ്റ്റിസ് അധ്യക്ഷനായ സമിതി ഒന്നുമല്ല ഇത് അന്വേഷിക്കുന്നത്. KTS-നെ എന്തിനാണ് നിയമിച്ചത്? KTS-നെ നിയമിച്ചത് അവിടുത്തെ കണക്കെടുപ്പും അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിച്ചു. ശരിയാണ്. കേൾക്കൂ, അത് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ ചെയ്താൽ പോരാ, അത് KTS തീരുമാനിക്കണം. അത് കറക്റ്റ്. പക്ഷേ KTS അങ്ങനെയാണല്ലോ. അങ്ങനെയല്ലേ ദേവസ്വം ബെഞ്ചിനല്ലേ മറുപടി കൊടുക്കുക? ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചാണ് ശബരിമലയിലെ വിഷയങ്ങൾ പരിഗണിക്കുന്നത്. പങ്കുവെക്കാൻ കഴിയില്ല. ദേവസ്വം ബെഞ്ച് നേരിട്ട് കണക്ക് കൊടുക്കണം. ഈ കാര്യം ഹൈക്കോടതിയാണ് നോക്കുന്നത്. അപ്പൊ ഹൈക്കോടതി SIT തീരുമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SIT ഏതെങ്കിലും ജുഡീഷ്യൽ സംവിധാനം ഉപയോഗിച്ചല്ല തീരുമാനിച്ചിരിക്കുന്നത്. അവർ അംഗങ്ങളല്ല. കേരള പോലീസിലെ ADGP-യും 2 ഉദ്യോഗസ്ഥരുമാണ്. കോടതിയുടെ മേൽനോട്ടത്തിൽ അതങ്ങനെ സംഭവിക്കൂ. അങ്ങനെ സംഭവിക്കാൻ പാടുള്ളൂ. കാരണം ഹൈക്കോടതിയിൽ കിടക്കുന്ന ഒരു വിഷയത്തിൽ, ദേവസ്വം ബെഞ്ചിന് സേ ഉള്ളൊരു വിഷയത്തിൽ അങ്ങനെ തന്നെയാണ് പ്രതിഷേധം. ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പോലെ സമയം പോയി. നിങ്ങൾ പെട്ടെന്ന് വല്ല ഇത് എന്റെ ചോദ്യത്തിൽ പറ, ഇതൊരു കമ്മീഷനാണോ? ഇതൊരു ജുഡീഷ്യൽ കമ്മീഷനാണോ? എങ്കിൽ SIT ADGP-യും CI ഉദ്യോഗസ്ഥന്മാരും റിപ്പോർട്ട് ചെയ്യുന്നതും അവർ ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥ ഏജൻസികളും ആരുടേതാ? കേരള പോലീസിന്റെ. അല്ല പിന്നെ വേറെ ആഭ്യന്തര വകുപ്പിനകത്ത് സേയില്ലേ? ആഭ്യന്തര വകുപ്പിന് സേയില്ല എന്ന് പറയാൻ കാരണം ഞങ്ങളോടെ പറയാവൂ. നിങ്ങൾ വായിച്ചു നോക്ക്. കേരള പോലീസിനോട് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സഹായിച്ചു കൊടുക്കാതെ പിന്നെ ആഭ്യന്തര വകുപ്പുമായി ഇതിന് ബന്ധമില്ലെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാകുന്നത്? ആഭ്യന്തര വകുപ്പിനെ വിശ്വാസമില്ലാത്തത് എന്നിട്ടാണ് ആഭ്യന്തര വകുപ്പ് സഹായം ആഭ്യന്തര വകുപ്പിൽ ജമ്മി പറയുന്നത് ഇതാണ്. ആഭ്യന്തര വകുപ്പിൽ വിശ്വാസമില്ല, എന്തിനാ ആഭ്യന്തര വകുപ്പ് സഹായിക്കണം? ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് ഇങ്ങോട്ട് വരണമെന്നാ പറഞ്ഞത്. ആഭ്യന്തര വകുപ്പ് സഹായിക്കണം, ആഭ്യന്തര വകുപ്പിൽ വിശ്വാസമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കും. പിന്നെ ആഭ്യന്തര വകുപ്പ് സഹായിക്കാതെ പിന്നെ ആഭ്യന്തര വകുപ്പിൽ വിശ്വാസമുണ്ടോ? പോലീസ് ഉദ്യോഗസ്ഥരെ വിട്ടുകൊടുക്കണം പറഞ്ഞാൽ സഹായം അല്ല, വിട്ടുകൊടുക്കുക മാത്രമല്ല, അയ്യോ കേരള പോലീസിന്റെ എല്ലാ മെഷീനറിയും കേൾക്കൂ, ആഭ്യന്തര വകുപ്പിന്റെ എല്ലാ മെഷീനറിയും ഇതിൽ ഉപയോഗിക്കണം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതൊക്കെയാണല്ലോ. എന്നിട്ട് എന്താ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്? പ്രതിപക്ഷം എന്താ ആവശ്യപ്പെടുന്നത്? CBI അന്വേഷണം വേണമെന്നാണ്. അല്ല, പ്രതിപക്ഷമല്ല. യുക്തി എന്താ? ഇവിടെ അന്വേഷിക്കുന്നത് കേരള പോലീസ് തന്നെയാണ്, SIT തന്നെയാണ്. ആ SIT-യിൽ കേരള പോലീസ് ഉദ്യോഗസ്ഥരാണ്. കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനോടാണ്. ആഭ്യന്തര വകുപ്പാണ് സാറേ പോലീസിന്റെ വകുപ്പ്. അതുകൊണ്ടാണ് അത് പുറത്തുനിന്ന് അല്ല എങ്കിൽ പിന്നെ കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം വരായിരുന്നല്ലോ. കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം വരായിരുന്നു. ഒരു മിനിറ്റ്. They shall seek the permission of this court before filing any report 100% to anything. അങ്ങനെയല്ലേ കോടതിയുടെ ഉത്തരവ് അങ്ങനെയല്ലേ ഇടുക? കോടതിയുടെ മേൽനോട്ടത്തിൽ കോടതിയുടെ നമുക്ക് തർക്കിച്ചില്ല. ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. കോടതിയുടെ മേൽനോട്ടം നടക്കുന്ന അന്വേഷണവും കോടതിയുടെ മേൽനോട്ടം നടക്കാത്ത അന്വേഷണവുമുണ്ട്. അത് ഇനി ദേവസ്വം ബോർഡിന്റെ പ്രത്യേക ബെഞ്ചാണെങ്കിലും അല്ലെങ്കിലും കേരളത്തിലും ഇന്ത്യയിലും കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. പറഞ്ഞു തീർത്തില്ല. അങ്ങനത്തെ സംവിധാനങ്ങൾ ഇന്ത്യയിലും കേരളത്തിൽ നടക്കുന്നത് സർക്കാർ സംവിധാനത്തെ വിശ്വാസം ഇല്ലാതിരിക്കുമ്പോഴാണ്. അതിനു മുമ്പ് കഥകൾ ഇനിയുണ്ട്. അങ്ങനെ വരുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് സംസ്ഥാന സർക്കാർ പൂർണ്ണമായിട്ടും സഹകരിക്കണമെന്നും ആഭ്യന്തര വകുപ്പിന്റെ എല്ലാ മെഷീനറിയും ഈ അന്വേഷണത്തിൽ ഉപയോഗിക്കാമെന്നും ആഭ്യന്തര വകുപ്പിന്റെ പൂർണ്ണ സഹകരണത്തോടു കൂടി അന്വേഷണം നടക്കുന്നത് ുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. കേക്കൂ. അത് നിങ്ങളുടെ പോയിന്റ് ജിമ്മി എനിക്ക് 2 ചോദ്യമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ സംവിധാനത്തെ വിശ്വസിക്കുന്നില്ലെങ്കിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണത്തിന് കേക്കൂ. ഞാൻ ചോദിക്കുന്ന മറുപടി കേക്കൂ. ഈ സംസ്ഥാന സർക്കാരിന്റെ മെഷീനറി വിശ്വസിക്കാതെ വരുമ്പോൾ ഇത് CBI അന്വേഷണം വേണമെന്നാണല്ലോ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. എന്താണ് ഹൈക്കോടതി CBI അന്വേഷണം വേണ്ടെന്ന് വെച്ചത്? CBI അന്വേഷണം പ്രയർ ഉണ്ടോ കോടതിക്ക് മുമ്പിൽ? പിന്നെ പ്രതിപക്ഷത്തിന്റെ കോടതിയിലോ ആരുടെ പ്രയറാ? SIT കേട്ടില്ല. ആരുടെയും പ്രയർ. അപ്പൊ പിന്നെ CBI ഇടാലോ. ഹൈക്കോടതിക്ക് CBI ഇടുന്നതിന് ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം തടസ്സം ഹൈക്കോടതി തീരുമാനിച്ചു. അപ്പൊ CBI വേണ്ട, കേരള പോലീസ് മതി. അപ്പൊ CBI വേണ്ട, കേരള പോലീസ് മതി. വൈ കേരള പോലീസ് ഒറ്റയ്ക്ക് അന്വേഷിക്കണം? അപ്പൊ കേരള പോലീസ്
അല്ല എന്റെ ചോദ്യം നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്താണെന്ന് എല്ലാവർക്കും തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലായി. ഈ ചോദ്യത്തിൽ ഈ CBI വേണ്ട, കേരള ജുഡീഷ്യൽ പോലീസ് കമ്മീഷൻ വേണ്ട, കേരള പോലീസിലെ ADGPയും കേരള പോലീസിലെ CIമാരും കേരള പോലീസിംഗ് സംവിധാനം ഉപയോഗിച്ചുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മതി എന്നതാണ് കോടതിയുടെ തീരുമാനം. അത് ഞങ്ങളുടെ മേൽനോട്ടത്തിലായിരിക്കണം. 100%. അതങ്ങനെയാണ് കോടതി ഉത്തരവ്. That's എല്ലാ കോടതിയുടെ മേൽനോട്ടത്തിലും അങ്ങനെ തന്നെയാണ്. 100%. സാധാരണഗതി നെവർ 100%. 100%. കോടതിയുടെ മേൽനോട്ടത്തിലുള്ള എല്ലാ അന്വേഷണത്തിലും റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കോടതിക്ക്. അതങ്ങനെയാണ്. കോടതിയുടെ മേൽനോട്ടത്തിൽ വരുന്ന അന്വേഷണങ്ങൾ വളരെ അപൂർവമാണ്. അപ്പോൾ പ്രതിഷേധം കടുക്കുമോ എന്നതായിരുന്നു ചോദ്യം. 3 പേരുടെ അഭിപ്രായം യെസ് എന്നാണ്. Meet the editors.